അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ മനോഹരമായ ഒരു സംഭവമുണ്ട്. ഷാമിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ സേവകനോടൊപ്പം ഒരു ഒട്ടകത്തിലാണ് സഞ്ചരിച്ചിരുന്നത്. ഒട്ടകപ്പുറത്ത് മാറി മാറി കയറുക എന്നതായിരുന്നു അവരുടെ തീരുമാനം. ഷാമിനടുത്തെത്തിയപ്പോൾ ഒട്ടകം പിടിച്ചു നടക്കേണ്ട ഊഴം ഉമർ റളിയല്ലാഹുവിനായിരുന്നു. അപ്പോൾ സേവകൻ ഒട്ടകപ്പുറത്തും ഉമർ റളിയല്ലാഹുവിന് താഴെയും നടന്നു. അപ്പോൾ സേവകൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ജനങ്ങൾ നിങ്ങളെ ഇങ്ങനെ കണ്ടാൽ എന്ത് വിചാരിക്കും? അങ്ങ് ഒട്ടകപ്പുറത്ത് കയറുക. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടു കിടക്കുന്നുണ്ട്. നാം ഒരു ജനതയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലൂടെ നമുക്ക് മഹത്വം നൽകി. അതല്ലാത്തതിലൂടെ മഹത്വം തേടിയാൽ അള്ളാഹു നമ്മെ അപമാനിക്കും. പ്രിയമുള്ളവരെ, യഥാർത്ഥ മഹത്വം സ്ഥാനത്തിലോ സമ്പത്തിലോ പ്രശസ്തിയിലോ അല്ല, വിനയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, വലാ തംശി ഫിൽ അർളി മറഹ, നീ ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കരുത്. സൂറത്തുൽ ഇസ്രാ 37-ാമത്തെ ആയത്താണത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹാദാ നഹിയുൻ അനിൽ ഖുയലാഇ വ അംറുൻ ബിത്തവാളു, ഇതിലൂടെ അഹങ്കാരത്തെ നിരോധിക്കുകയും വിനയം കൊണ്ട് കൽപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. എന്താണ് പ്രിയമുള്ളവരെ വിനയം എന്നാൽ? മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ മഹാനവർകളോട് ഇതേ ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഇതിന് നൽകിയ മറുപടി, അത്തവാളു ഹുവൽ ഖുളൂഉ ലിൽ ഹഖി വൽ ഇൻഖിയാദു ലഹു, സത്യത്തിന് കീഴടങ്ങുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് വിനയം. അതിനർത്ഥം സ്വന്തം അഭിപ്രായം തെറ്റാണെങ്കിൽ അത് തിരുത്താൻ തയ്യാറാകുക, സത്യം കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുക, മറ്റുള്ളവരെ ചെറുതായി കാണാതിരിക്കുക എന്നതാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വ ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാളഉ ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദ് വലാ യബ്ഗിയ അഹദുൻ അലാ അഹദ്, നിങ്ങൾ പരസ്പരം വിനയം കാണിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വഹയി നൽകിയിരിക്കുന്നു. ഒരാളും മറ്റൊരാളോട് ഗർവ് കാണിക്കുകയോ അതിക്രമം പ്രവർത്തിക്കുകയോ ചെയ്യരുത്. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമാ തവാള അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തുക തന്നെ ചെയ്യും. ഇതും സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു വാക്ക് നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. ഇന്നക്കും ലതഗ്ഫുലൂന അൻ അഫ്ളലിൽ ഇബാദാത്ത് അത്തവാളു, നിങ്ങൾ ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായ വിനയത്തെ അവഗണിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് സമൂഹത്തിൽ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം അഹങ്കാരമാണ്. അറിവിൻ്റെ അഹങ്കാരം, പണത്തിൻ്റെ അഹങ്കാരം, കുടുംബത്തിൻ്റെ അഹങ്കാരം, പദവിയുടെ അഹങ്കാരം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് വിനയമുള്ള ഹൃദയമാണ്. നാം പഠിക്കുന്ന അറിവ് നമ്മെ വിനയമുള്ളവരാക്കുന്നില്ലെങ്കിൽ ആ അറിവിന് പൂർണ്ണതയില്ല. അതിനാൽ ഇന്ന് തന്നെ നമുക്ക് 3 തീരുമാനങ്ങൾ എടുക്കാം. 1, സത്യം കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുക. 2, ആരെയും നിസ്സാരമായി കാണാതിരിക്കുക. 3, അള്ളാഹുവിനു വേണ്ടി വിനയമുള്ള ജീവിതം നയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അഹങ്കാരത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും വിനയമുള്ളവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.